മുറിച്ചു കടന്നു. ഇതിലൊരു ഐസ്ക്രീം പാർലർ കണ്ടു. ഒരു ചെറിയ കപ്പ് ഐസ്ക്രീം വാങ്ങി കഴിച്ച് മനസ്സൊന്ന് തണുപ്പിച്ചാലോ എന്ന് ഞാൻ കരുതി അവിടെ ചെന്ന് ഒരു ചെറിയ കപ്പ് ഐസ്ക്രീം വാങ്ങി. പക്ഷേ ആ ഐസ്ക്രീം എനിക്ക് കഴിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരു സത്യം ഞാൻ എന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചു: മനസ്സ് തകർന്നു കിടക്കുമ്പോൾ ഒരു മനുഷ്യനും സന്തോഷത്തോടുകൂടെ ഇഷ്ടപ്പെട്ട ആഹാരം പോലും കഴിക്കാൻ സാധിക്കില്ല. ആ ഐസ്ക്രീം കപ്പ് അവിടെ തിരിച്ചു വെച്ച് ഞാൻ ഡോക്ടർ അരികിലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു: ഡോക്ടർ, ഇതുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ല, ഒരു സിഗരറ്റ് പോലും ഞാൻ ഇതുവരെ വലിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്രയും മാരകമായ രോഗം എനിക്ക് വരാനായിട്ട് കാരണം? ഞാൻ നല്ല എക്സസൈസുകൾ ചെയ്തിട്ടുണ്ട്, എന്റെ ശരീരത്തെ നല്ല ദൃഢപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും മാരകമായ രോഗം വരാൻ കാരണം? പ്രിയപ്പെട്ടവരെ, ആ ഡോക്ടറിനോട് പറഞ്ഞ മറുപടിയാണ് ദൈവത്തെക്കുറിച്ച് എന്നെ ചിന്തിപ്പിക്കാൻ ഇടവന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു: നോ റീസൺ, കാരണങ്ങൾ ഒന്നുമില്ല, ദൈവത്തിനോട് ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. ആരോട് ചോദിക്കണം? ദൈവത്തിനോട് ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം എന്നോട് പറഞ്ഞു ദൈവത്തിനോട് ചോദിക്കണം. നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടി പോലും ഈശോയിൽ വിശ്വസിക്കുന്ന മക്കളാണ്. പക്ഷെ നിരീശ്വരത്വത്തിന്റെ കടുത്ത ഇരുട്ടിൽ നിൽക്കുന്ന എനിക്കെങ്ങനെ മനസ്സിലാവും? ഞാൻ ഡോക്ടറോട് പറഞ്ഞു: ഡോക്ടർ, എനിക്കറിയേണ്ടത് ദൈവത്തെക്കുറിച്ചല്ല, എനിക്കറിയേണ്ടത് ചികിത്സിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. പക്ഷെ എന്റെ അവിശ്വാസത്തിന്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് ആ ഡോക്ടർ എന്നോട് വീണ്ടും പറഞ്ഞു: ദൈവകൃപയാൽ ചികിത്സിക്കുകയാണ് നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 1997 ജനുവരി മാസം 1-ാം തീയതി വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഒരു ബ്ലഡ് ക്യാൻസർ രോഗിയായി അബ്ദുൽ അസീസ് എന്ന് പേരുള്ള ഞാൻ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ജനുവരി മാസം 1-ാം തീയതി ലോകത്തെ ഏറ്റവും കൂടുതൽ മുഴങ്ങുന്ന വാക്കാണ് ഹാപ്പി ന്യൂ ഇയർ എന്നുള്ളത്. സന്തോഷം എന്ന വാക്ക് മുഴങ്ങുന്ന ആ ദിവസത്തിൽ എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും സന്തോഷമെന്ന വാക്കിന്റെ ഒരു പൊടി പോലും ഇല്ലാതെ തുടച്ചു മാറ്റപ്പെട്ടിരുന്നു. വെല്ലൂർ മെഡിക്കൽ കോളേജിന്റെ ഇരുണ്ട ഇടനാഴിക്കുള്ളിലൂടെ നടന്നു നീങ്ങുമ്പോൾ എതിരെ വന്നിരുന്ന പലരും കൈയുയർത്തി ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാനുള്ള കരുത്ത് പോലും, പ്രിയപ്പെട്ടവരെ, എനിക്കില്ലായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഞാൻ കിടക്കേണ്ടി വരുന്ന ഈ വാർഡിന്റെ അരികിലേക്ക് ഞാൻ നടന്നെത്താറായപ്പോൾ എതിരെ ഒരു ട്രോളി ഉരുണ്ടു വരുന്നത് കണ്ടു. എതിരെ വന്നിരുന്ന ട്രോളി അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അതിലൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. നോക്കിയപ്പോൾ അത് ജീവനുള്ള മനുഷ്യനല്ല, നിർജീവമായ ഒരു ശവശരീരമാണ്. ജനുവരി മാസം 1-ാം തീയതി ഒരു ക്യാൻസർ രോഗബാധിതൻ ആദ്യമായിട്ട് കാണുന്ന കാഴ്ച ഒരു ശവശരീരമാവുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എത്തരത്തിലുള്ളതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്റെ അരികിലൂടെ ആ ട്രോളി കടന്നു പോകുമ്പോൾ ആ മൃതശരീരം എന്നെ വിളിച്ച് പറയുന്ന പോലെ എനിക്ക് തോന്നി, അടുത്ത ഊഴം നിന്റെയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ ആ ഇരുമ്പുകെട്ടിൽ കയറി കിടക്കാനായിട്ട് ചെയ്തു. അവിടെ എന്നെ കാത്ത് ഡോക്ടർ നിന്നിരുന്നു. അദ്ദേഹം ഒരു കടലാസ് എന്നെ വായിച്ചു കേൾപ്പിച്ചു. അതിനടിയിൽ ഒപ്പുവെക്കാനായിട്ട് പറഞ്ഞു. ആ ഒപ്പുവെക്കാൻ ഒരുങ്ങിയ കടലാസിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം വായിച്ചത് എങ്ങനെയാണ്: നിങ്ങൾക്കുള്ള മരുന്നുകൾ നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുണ്ടായേക്കാം, മരണം പോലും സംഭവിച്ചേക്കാം. ഇതിന്റെ ഉത്തരവാദിത്വം ആശുപത്രിക്കില്ല, ഡോക്ടർക്കും. ആർക്കാണ് ഉത്തരവാദിത്വം? നിരാശ നിറഞ്ഞ കയ്യൊപ്പ് വെച്ചു കൊടുത്ത എനിക്ക് മാത്രം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അവൻ കാരണമാ, ഇവൻ കാരണമാ ജീവിതം തകർന്നത്. ചൂണ്ടുന്നത് മറ്റുള്ളവരുടെ നേരെയാ, 3 വിരൽ തിരിഞ്ഞിരിക്കുന്നതോ അവനവന്റെ നേരെ. നിന്റെ പിഴ, നിന്റെ പിഴ, നിന്റെ വലിയ പിഴ എന്ന ആ 3 വിരലുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ഇരുമ്പുകെട്ടിൽ ഒരുപാട് പാഠങ്ങൾ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു തന്നു. 97 ജനുവരി മാസം 1-ാം തീയതി മുതൽ ശരീരത്തിൽ മരുന്നുകൾ കയറാൻ തുടങ്ങി. ഓരോ മരുന്നുകളും കയറി ഇറങ്ങിയപ്പോൾ ഞാൻ അനുഭവിച്ച വേദനയും വർണ്ണിച്ചു തരാൻ പറ്റുന്നതൊന്നുമല്ല. ആദ്യം തന്നെ സംഭവിച്ചത് തലയിലുണ്ടായിരുന്ന മുടി മുഴുവൻ തന്നെ കൊഴിയാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ സാധാരണ പുരുഷന്മാർക്കുള്ളതിനേക്കാൾ വളരെ കൂടുതൽ മുടിയുള്ള ആളായിരുന്നു. എന്റെ തോളറ്റം വരെ എനിക്ക് മുടിയിഴകൾ ഉണ്ടായിരുന്നു. അത് മുഴുവൻ കൊഴിയാൻ തുടങ്ങി. കൺപുരികങ്ങൾ, കൺപീലികൾ എല്ലാം കൊഴിഞ്ഞ് ഞാൻ വല്ലാതെ വികൃതമായ ഒരു അവസ്ഥയിലേക്ക് മാറി. എന്റെ ശരീരം ആകെ കത്തി കരിവാളിച്ചു പോയി. എന്റെ കണ്ണുകളൊക്കെ ചുവന്ന് കലങ്ങിപ്പോയിരുന്നു. മൂക്കിൽ നിന്നും മോണയിൽ നിന്നുമൊക്കെ അനിയന്ത്രിതമായിട്ട് രക്തമൊഴുകാൻ തുടങ്ങി. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന സെല്ലിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ രക്തമൊഴുകാൻ തുടങ്ങുക. അങ്ങനെ രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്നു. എനിക്കാണെങ്കിൽ ആഹാരം കഴിക്കാനായിട്ട് പറ്റുന്നില്ല. കുറച്ച് വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല. കാരണം കുറച്ച് വെള്ളം കുടിച്ചാൽ മതി, വയറിന്റെ ഉള്ളിൽ ഇങ്ങനെ തീ എരിയുന്ന പോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. സ്കാൻ ചെയ്ത് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ വിൻക്രിസ്റ്റിൻ, എട്രിയോമൈസിൻ പോലുള്ള മരുന്നുകൾ എന്റെ ശരീരത്തിൽ കുത്തിവെച്ചപ്പോൾ അതിന്റെ സൈഡ് എഫക്ട് ആയിട്ട് എന്റെ ലിവർ, സ്പ്ലീൻ പോലുള്ള ഭാഗങ്ങൾ, ആന്തരിക അവയവങ്ങൾ പ്രിയപ്പെട്ടവരെ പഴുക്കാനായിട്ട് തുടങ്ങി. അത് ജീർണിക്കാനായിട്ട് തുടങ്ങി. അത് എൻലാർജ് ചെയ്യാൻ, വലുതാകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒന്ന് കുനിഞ്ഞാൽ തന്നെ എന്റെ വയറിന്റെ, ഉദരത്തിന്റെ അകഭിത്തിയിൽ ഈ ആന്തരിക അവയവങ്ങൾ, ലിവറും സ്പ്ലീനും ഇങ്ങനെ ചേർന്ന് ഉരയാനായിട്ട് തുടങ്ങും. അസഹനീയമായിട്ടുള്ള വേദനയാണ്. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വേദനയുടെ പിടിയിൽ ഞാൻ പെട്ടു. എന്റെ പല്ലിന്റെയും
നഖത്തിന്റെയും ഒക്കെ നിറം കറുപ്പായി പോയി. ശരീരം വല്ലാതെ ശോഷിച്ചു. ചുരുക്കം പറഞ്ഞാൽ ഒരു മാസമാവുമ്പോഴേക്കും 85 കിലോഗ്രാം തൂക്കമുണ്ടായിരുന്ന ഞാൻ ഒറ്റ മാസം കൊണ്ട് വെറും 52 കിലോ ആയിട്ട് മാറി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ കാണാൻ വന്നു. അദ്ദേഹം മെഡിക്കൽ റിപ്പോർട്ട് എനിക്ക് വായിച്ചു കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത്രയും മരുന്നുകൾ ചെയ്തു, പക്ഷെ ഒരു മരുന്നും നിങ്ങളിൽ ഫലിക്കുന്നില്ല. പോകുന്ന നേരത്തെ എഴുന്നേറ്റ് നിന്ന് താഴ്ന്ന സ്വരത്തിൽ അദ്ദേഹം ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇനി 72 മണിക്കൂർ കഴിഞ്ഞേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ ഈ 72 മണിക്കൂർ? അദ്ദേഹം പെട്ടെന്ന് നടക്കാൻ തുടങ്ങി. ഞാൻ പിന്നാലെ ചെന്ന് ചോദിച്ചു, ഡോക്ടറെ 72 മണിക്കൂർ എന്താ, അതൊന്ന് പറഞ്ഞു തരും. ആ ജൂനിയർ ഡോക്ടർ തിരിഞ്ഞു നിന്നപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ അദ്ദേഹത്തിന്റെ മുഖം കണ്ടു. അത് വല്ലാതെ വിളറി വെളുത്തു പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ബന്ധുക്കളോട് പറഞ്ഞിട്ടുണ്ട്, അവരോട് ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ അദ്ദേഹം പെട്ടെന്ന് തന്നെ എന്നെ വിട്ടുപോയി. ഞാനങ്ങനെ പുറത്തു നിൽക്കുന്ന, വാതിലിന് പുറത്തു നിൽക്കുന്ന എന്റെ ബന്ധുക്കളുടെ അരികിലേക്ക് ചെന്നു. എനിക്ക് അവരോട് ചോദിക്കേണ്ടി വന്നില്ല. കാരണം അവരുടെ കണ്ണുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആ 72 മണിക്കൂർ എന്താണെന്ന്. അവരിൽ പലരും അവിടെ മിഴിനീര് ഒഴുക്കി കരഞ്ഞുകൊണ്ടിരുന്നു. പലരും എന്നെ കെട്ടിപ്പിടിക്കാനായിട്ട് ഓടി വന്നു. അവർ പിടിയിൽ നിന്ന് മാറി മുറിയിലേക്ക് ചെന്ന് വാതിലടച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. കാരണം എനിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ 72 മണിക്കൂർ എന്താണെന്ന്. ഇനി ജീവിതത്തിന്റെ അവസാന ആയുസ്സിന്റെ നിമിഷങ്ങളാണ് ആ 72 മണിക്കൂർ എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ കൂടുതൽ അസ്വസ്ഥനായി. എന്റെ തൊട്ടടുത്ത കിടക്കയിൽ ബസ്വരാജ് എന്ന് പറഞ്ഞൊരു ആൾ കിടന്നിരുന്നു. ആന്ധ്ര സ്വദേശിയാണ്. അയാൾ എന്നോട് ചോദിച്ചു, വാട്ട് ഹാപ്പൻ? ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. എന്റെ മനസ്സ് മൂകമായിരുന്നു. നിരാശയുടെ കടുത്ത ഇരുട്ടിലേക്ക് പ്രിയപ്പെട്ടവരെ എന്റെ മനസ്സ് പ്രവേശിച്ചുകൊണ്ടിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതിയെന്നായി. രാത്രിയായി, എന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അർദ്ധരാത്രിയായി, ഉറങ്ങാനേ സാധിക്കുന്നില്ല. കാതിൽ മുഴുവൻ ഈ 72 മണിക്കൂർ എന്നുള്ള വാർത്ത ഇങ്ങനെ മുഴങ്ങാനായിട്ട് തുടങ്ങുകയാണ്. ഞാൻ കട്ടിലിൽ കയറി കിടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ കിടക്കുന്നതിനിടയിൽ ഞാൻ കിടക്കുന്ന കട്ടിലിന്റെ അരികിൽ ഒരു നീല സ്ക്രീനുണ്ട്, ഒരു തിരശീല. ആ തിരശീല ഇങ്ങനെ മാറ്റിക്കൊണ്ട് ഈ ബസ്വരാജ് എന്ന് പറഞ്ഞ മനുഷ്യൻ എന്റെ ഷർട്ട് പിടിച്ചിങ്ങനെ വലിച്ചിട്ട് എന്നോട് പറയാണ്, പ്രേ ഫോർ മീ, പ്രേ ഫോർ മീ എന്ന് പറയുക. അതെനിക്ക് കൂടുതൽ അസ്വസ്ഥതയാണ്. കാരണം ഞാൻ എനിക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഞാൻ എങ്ങനെയാണ് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു കൊടുത്തു. വീണ്ടും അയാൾ ഷർട്ട് പിടിച്ച് വലിച്ചിട്ട് പറയാണ്, പ്രേ ഫോർ മീ എന്ന് അയാൾ എന്നോട് പറയുക. എനിക്ക് കുറച്ച് ദേഷ്യം വന്നു. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു വീണ്ടും അയാളെ അഭിമുഖീകരിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ തിരിഞ്ഞപ്പോഴാണ് അയാളുടെ അവസ്ഥ ഞാൻ കണ്ടത്. അയാളിങ്ങനെ ഈ പെരുവരിന്റെ ബെഡിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ നടു പൊന്തിക്കുന്നുണ്ട്. നെഞ്ചിൽ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് അയാൾ ഒരു കൈ എന്റെ ഷർട്ടിൽ പിടിച്ചിട്ട് പ്രേ ഫോർ മീ എന്ന് പറയുകയാണ്. ഞാൻ ആകെ സ്തബ്ധനായിപ്പോയി. ആ മനുഷ്യൻ അവിടെ കിടന്ന് വിമ്മിഷ്ടപ്പെടുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഡോക്ടർ ഓടി വരുന്നുണ്ട്. അയാളുടെ നെഞ്ചിൽ ഇങ്ങനെ അമർത്തി പിടിക്കുന്നുണ്ട്. ഞാൻ കട്ടിൽ എഴുന്നേറ്റിരുന്നു. എന്താണ് സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡോക്ടർ അയാളുടെ നെഞ്ചിൽ ഇങ്ങനെ അമർത്തുന്നുണ്ട്. ഒടുവിൽ പ്രിയപ്പെട്ടവരെ ഒരു ഓക്സിജൻ സിലിണ്ടറിന്റെ മാസ്ക് അയാളുടെ മുഖത്ത് പിടിപ്പിക്കുന്നതിന് മുൻപ് എന്റെ തൊട്ടടുത്ത കിടക്കയിൽ കിടന്ന് ബസ്വരാജ് എന്ന് പറയുന്ന ആ സുഹൃത്ത് മരണമടയുന്നത്, പിടഞ്ഞു മരിക്കുന്നത് കാണേണ്ട ഗതികേട് എനിക്കുണ്ടായി. തൊട്ടടുത്ത കിടക്കയിൽ കിടന്ന ഒരു മനുഷ്യൻ പിടഞ്ഞു മരിക്കുമ്പോൾ തൊട്ടിപ്പുറത്തുള്ള കിടക്കയിൽ കിടക്കുന്ന ഒരു ക്യാൻസർ രോഗിയുടെ മാനസികാവസ്ഥ മരുഭൂമിയേക്കാൾ ചൂടുള്ളതായിരിക്കും. അതൊരു സാഹിത്യകാരനും എഴുതി തരാൻ പറ്റില്ല, ഒരു വ്യക്തിക്കും വർണ്ണിച്ചു തരാൻ പറ്റില്ല. അത്രമാത്രം ചൂട് പിടിച്ചതാണ്. ആ രാത്രി പ്രിയപ്പെട്ടവരെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ കൂടുതൽ അസ്വസ്ഥനാവാനായിട്ട് തുടങ്ങി. ഞാൻ എന്റെ വാച്ചിലേക്ക് നോക്കി. അതിന്റെ സെക്കൻഡ് സൂചിക ഓടുന്നത് ഞാൻ കണ്ടു. എപ്പോഴാണ് ഒരു മനുഷ്യൻ സമയത്തിന്റെ വില മനസ്സിലാവുക? എനിക്ക് തോന്നുന്നു അവന്റെ മരണം അടുത്തുവെന്നൊരു ഡോക്ടർ അവനോട് പറയുമ്പോഴാണ് നമ്മൾ സമയത്തിന്റെ വില മനസ്സിലാക്കുക. ഇനി 24 മണിക്കൂറേ ഉള്ളൂ, 48 മണിക്കൂറേ ഉള്ളൂ എന്നൊരു ഡോക്ടർ പറയുമ്പോഴാണ് സമയം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന ചിന്ത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവുക. ഞാൻ കൂടുതൽ അസ്വസ്ഥനായി. ആ വാച്ച് ഊരി ഞാൻ മാറ്റിവെച്ചു. എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതിയെന്നായി. നേരം വെളുത്തു. ഒരുപാട് കൂട്ടുകാരെന്നെ കാണാനായിട്ട് വരുന്നുണ്ട്. പലരും വന്ന് കെട്ടിപ്പിടിക്കുന്നു, പലരും കരയുന്നു. ചിലർ ചില സമ്മാനങ്ങളൊക്കെ എനിക്ക് തരുന്നുണ്ട്. ഞാൻ കരുതി ഇതെന്തിനാണ് ഇത്രമാത്രം സ്നേഹം? അതിന്റെ യാഥാർത്ഥ്യം ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു. കാരണം 72 മണിക്കൂറിൽ 24 മണിക്കൂറും കടന്നുപോയിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് 48 മണിക്കൂർ മാത്രമാണ്. 48 മണിക്കൂർ മാത്രമാണ് ജീവനിൽ അവശേഷിച്ചിരിക്കുന്നത്. എന്റെ ചിന്തകൾ പ്രിയപ്പെട്ടവരെ കൂടുതൽ ചൂട് പിടിക്കാൻ തുടങ്ങി. ഞാൻ ഓർക്കുന്നു, അന്ന് കൂട്ടുകാരോടുകൂടെ എന്റെ അമ്മയും എന്നെ കാണാനായിട്ട് വരുന്നുണ്ട്. അമ്മയോട് എന്റെ അമ്മാവന്മാരൊക്കെ അന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്, അവനെ കാണുമ്പോൾ ആശ്വസിപ്പിക്കണം, സമാധാനിപ്പിക്കണം, സാന്ത്വനിപ്പിക്കണം എന്ന നല്ല നല്ല വാക്കൊക്കെ പറഞ്ഞിട്ടാണ് അമ്മയെ എന്റെ അരികിലേക്ക് അയക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ മരണമടയുമെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ
ഒരു മകനെ കാണുമ്പോൾ ഒരമ്മയ്ക്ക് എങ്ങനെയാണ് ആശ്വാസവാക്കുകൾ പറയാൻ സാധിക്കുക? ഒരമ്മയ്ക്ക് എങ്ങനെയാണ് പുഞ്ചിരിക്കാനായിട്ട് സാധിക്കുക? മക്കൾക്കൊക്കെ കടന്നു വരുന്ന രോഗങ്ങൾ, പ്രിയപ്പെട്ടവരെ, കൂടുതൽ ക്രൂരത കാണിക്കുന്നത് അമ്മമാരോടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരമ്മമാരും സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാറില്ല. അമ്മമാരൊക്കെ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. ഒരമ്മയും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ഇവിടെ വന്നിരിക്കുന്ന പല അമ്മമാരും പ്രാർത്ഥിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഒരമ്മയും ആഹാരം മാറ്റിവെച്ച് ആസ്വദിച്ച് കഴിക്കാറില്ല. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ ഒരു കുപ്രസിദ്ധനായ ആയിരുന്ന മനുഷ്യനെ കണ്ടപ്പോൾ കൈപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അയാൾ പറയുകയാണ്, കുടിച്ച് ലെക്കുകെട്ട് പുലർക്കാലത്തൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോ എനിക്ക് വേണ്ടി ആഹാരം വിളമ്പി വെച്ചിരുന്ന ഒരു അമ്മയെ മനസ്സിലാക്കാൻ അന്ന് എനിക്ക് സാധിച്ചിരുന്നില്ല സഹോദരങ്ങൾ. പലപ്പോഴും കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ. അമ്മയുടെ സ്നേഹം എന്താണെന്ന് നമുക്കറിയുന്നില്ല. എന്റെ ഒരു പാവം അമ്മയും എന്നെ കാണാനായിട്ട് എന്റെ അരികിലേക്ക് വന്നു. മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ട് ഒന്ന് ചിരിക്കാമെന്ന് വിചാരിച്ച പാവം അമ്മ ഒന്ന് ചിരിച്ചു. പക്ഷെ ആ ചിരി അപ്പൊ തന്നെ ഒരു പൊട്ടിക്കരച്ചിലായി മാറി. അത് താങ്ങാനാവാതെ അമ്മ അവിടെ തകർന്നു വീണു. മറ്റുള്ളവർ താങ്ങിപ്പിടിച്ച് തലചുറ്റി കിടക്കുന്ന അമ്മയെ എടുത്തുകൊണ്ടു പോകുമ്പോ, സാരില്ല അമ്മയെ എന്തൊന്ന് പറഞ്ഞ് കൈനീട്ടി അമ്മയെ ഒന്ന് തൊടാൻ പോലും എനിക്ക് പറ്റിയിരുന്നില്ല. അത്രമാത്രം ഞാൻ നിസ്സഹായനായിട്ട് മാറിയിരുന്നു. ഞാൻ ഡോക്ടറെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഡോക്ടറെ വാതിലടച്ചേക്കുക, എനിക്കിനി ഒരു സന്ദർശകനെ കാണുക. അങ്ങനെ എന്റെ പുറത്തെ വാതിലടച്ചു. അതിന്റെ പുറത്തൊരു ബോർഡ് വെച്ചു, സന്ദർശകരെ അനുവദിക്കുന്നില്ല. ആ മുറിക്കുള്ളിൽ ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ അസ്വസ്ഥനായിട്ട് നടക്കാൻ തുടങ്ങി. എന്റെ ശരീരം നന്നായിട്ട് പനിക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട്. എനിക്കാണെങ്കിൽ ശരീരത്തിന് വളരെ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. എന്റെ ശിരസിന്റെ പുറകുവശത്ത് മുതൽ ഈ തലച്ചോറിന്റെ ഭാഗം മുതൽ നട്ടല് വരെയുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ ചുട്ടുപഴുപ്പിച്ച കമ്പികൾ കുത്തിക്കയറ്റിയ ഒരു അനുഭവം എനിക്കുണ്ടായി. കടുത്ത വേദന ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ കട്ടിലിൽ കയറിയിരുന്നു. രണ്ട് തലയണയെടുത്ത് ചാരി ഇങ്ങനെ കണ്ണടച്ചിരുന്നു. മറ്റൊരു തലയണയെടുത്ത് ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ച് ഞാനതിലിങ്ങനെ മുറുകെ പിടിച്ച വേദന സഹിക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചു. ഞാനിങ്ങനെ കണ്ണടയ്ക്കുമ്പോഴൊക്കെ പക്ഷെ എന്നെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്ന വിധത്തിൽ, മറ്റേത് വേദനയേക്കാൾ അസ്വസ്ഥതപ്പെടുത്തുന്ന വിധത്തിൽ ബസ്സുരാജിന്റെ മുഖം എന്റെ മുന്നിൽ കണ്ണടച്ച മുഖത്തിന് ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എന്നോട് പറയാണ്, പ്രേ ഫോർ മീ, പ്രേ ഫോർ മീ. എനിക്കാണെങ്കിൽ പ്രാർത്ഥിക്കാനേ പറ്റുന്നില്ല. ഒരു നിരീശ്വരവാദിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തകർച്ച ഇതാണെന്ന് എനിക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു, കാണപ്പെടാത്തതുണ്ട്, പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ബോധ്യമാണ് വിശ്വാസം. അതാണ് ഒരു വിശ്വാസിയുടെ അനുഗ്രഹം. ഇത് മനസ്സിലാക്കിയിട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത്, ഇമാജിനേഷൻ ഈസ് ബെറ്റർ ദൻ നോളജ്. അറിവിനേക്കാൾ ശ്രേഷ്ഠമാണ് ഇമാജിനേഷൻ. എന്നാൽ നിരീശ്വരന്റെ വഴികളിലൂടെ പോകുന്ന ഒരു വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർ മെറ്റീരിയലിസ്റ്റുകളാണ്. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കാണപ്പെടാത്ത ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷെ ഞാൻ അടച്ച കണ്ണുകളിൽ എന്റെ അരികിൽ കിടന്ന് പിടഞ്ഞു മരിച്ച ആ മനുഷ്യൻ വന്നുകൊണ്ട് പറയാണ്, പ്രേ ഫോർ മീ, പ്രേ ഫോർ മീ. എന്റെ മനസ്സ് കൂടുതൽ കൂടുതൽ വ്രണിതമാകാൻ തുടങ്ങി. എനിക്ക് ഉറങ്ങാൻ പറ്റാതെയായി, എനിക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റാതെയായി. എന്റെ ശരീരത്തിലെ വേദനകൾ എന്നെ കാർന്നു തിന്നുന്നു. കണ്ണടച്ചിരിക്കാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ ഞാൻ കണ്ണു തുറന്നു. ഞാൻ കണ്ണു തുറന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഞാൻ കാണുന്ന കാഴ്ച വളരെ വ്യത്യാസമുള്ളതായിരുന്നു. ഞാൻ കണ്ടത്, ഞാൻ ഇരിക്കുന്ന കട്ടിലിന്റെ നേരെ എതിർവശത്തുള്ള ചുമരിൽ അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. വെല്ലൂർ മെഡിക്കൽ കോളേജ് ഒരു ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് അവിടെ ഒരു ക്രിസ്തുവിന്റെ ചിത്രം വെച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ആ ചിത്രത്തിലെ ഈശോ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നതായിരുന്നു. ഞാൻ പെട്ടെന്ന് ആ ചിത്രത്തിലേക്ക് നോക്കി. അത് ചിരിക്കുന്ന ചിത്രമേ അല്ല, പക്ഷെ ആ ചിത്രത്തിലേക്ക് നോക്കുന്തോറും അതെന്നെ നോക്കി ആർദ്രമായി ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പ്രിയപ്പെട്ടവരെ, ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ആ ചിത്രത്തിന്റെ അരികിലേക്ക് ഞാൻ പതുക്കെ നടന്നു ചെന്നു. എന്നിട്ട് കൈ ഉയർത്തി ആ ചിത്രത്തിലെ പൊടിയൊന്ന് തുടയ്ക്കാനായിട്ട് ഞാനൊന്ന് പരിശ്രമിച്ചു. പക്ഷെ എന്റെ കൈ ആ ചിത്രത്തിൽ തൊട്ടിട്ടില്ല. അതിനു മുൻപ് തന്നെ പെട്ടെന്ന് എന്റെ ഉള്ളിൽ നിന്ന് ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കരച്ചിൽ കടന്നു വന്നു. ഒരു വലിയ സ്വരത്തിൽ ഞാൻ കരഞ്ഞുപോയി. ആ കരച്ചിലിന്റെ അവസാനത്തിൽ ആ ചിത്രത്തെ നോക്കിക്കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് സഹായിക്കാമോ? എന്റെ വാക്കുകൾക്ക് പ്രാർത്ഥനയുടെ ഭംഗിയുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ആദരത്തിൽ നിന്ന് കടന്നു വരുന്ന ഭംഗിയുള്ള വാക്കുകളെക്കാൾ ദൈവം അമൂല്യമായി കരുതുന്നത് തകർന്ന ഹൃദയത്തിന്റെ മൗനമാണെന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവെന്ന് മറുപടി പറയുന്നതൊന്നും ഞാൻ കേട്ടില്ല. പക്ഷെ ആ ചിത്രത്തെ നോക്കിക്കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം
ഡോക്ടർ 72 മണിക്കൂർ മാത്രം നിർണയിക്കപ്പെട്ട ഒരു ബ്ലഡ് ക്യാൻസർ രോഗിയാണ് ഞാൻ. എന്റെ സമയം കടന്നു പോകുന്നു. എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങേക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? പ്രിയപ്പെട്ടവരെ, കർത്താവ് മറുപടി പറയുന്നത് ഞാൻ കേട്ടില്ല. ഞാൻ തിരിച്ചു നടന്ന് കട്ടിലിൽ കിടന്ന് കുറെ നേരം ഞാൻ കരഞ്ഞു. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാതിലാറ് തട്ടുന്ന പോലെ തോന്നി. ഞാൻ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ഡോക്ടറാണ്. അദ്ദേഹം അകത്തേക്ക് വന്നു. എന്റെ കണ്ണ് പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, കണ്ണൊക്കെ ആകെ കലങ്ങിപ്പോയിട്ടുണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം എന്നോട് സഹതാപം പ്രകടിപ്പിക്കാൻ തുടങ്ങി. എന്റെ നാഡീമിടിപ്പുകൾ പരിശോധിച്ചു. സ്റ്റെതസ്കോപ്പ് വെച്ചുകൊണ്ട് എന്റെ ഹൃദയമിടിപ്പ് നോക്കി. എന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നീല നിറത്തുള്ള ഫയൽ തുറന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അസീസെ, നിങ്ങളുടെ രക്തത്തിന്റെ അളവ് ഇപ്പോൾ വളരെ കുറവാണ്. രക്തം കുറഞ്ഞു ഹീമോഗ്ലോബിൻ 6.6 ആയിട്ട് മാറിയിരിക്കുന്നു. 6.6 ആണ്. ഞാൻ പെട്ടെന്ന് ആ ഫയലിലേക്ക് ഒന്ന് നോക്കി. അവിടെ 6.6 എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു ബ്രാക്കറ്റിൽ ചുവന്ന മഷിയിൽ സിങ്കിങ് സ്റ്റേജ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സിങ്കിങ് സ്റ്റേജ്. സിങ്കിങ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ എഴുതിയിരിക്കുന്നത് കപ്പലുകൾ മുങ്ങിത്താഴുമ്പോഴാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നതെന്നാണ്. മുങ്ങിത്താഴുക. കപ്പലുകൾ ഒരു ജലാശയത്തിൽ സമുദ്രത്തിൽ മുങ്ങിത്താഴുന്നത് പോലെ ഞാൻ മരണത്തിലേക്ക് മുങ്ങിത്താഴാൻ നിമിഷങ്ങൾ മാത്രമേയുള്ളൂ എന്ന തിരിച്ചറിവ് ആ വാക്കിലൂടെ ഞാൻ മനസ്സിലാക്കുക. മെഡിക്കൽ ലാംഗ്വേജിൽ അത് ഉപയോഗിക്കുന്ന സിങ്കിങ് സ്റ്റേജ് എന്നാണ്. 6.6 ആണ് എന്റെ രക്തത്തിന്റെ അളവ്. എന്റെ രക്തവും കുറഞ്ഞു തുടങ്ങി. ഇനി മറ്റൊന്നും ചെയ്യാനില്ല. ഞാൻ കടുത്ത നിരാശയിലായിപ്പോയി. ഡോക്ടർ എന്നോട് പറഞ്ഞു, വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് 3 കുപ്പി രക്തം കയറ്റണം. ഞാൻ എന്റെ കൈ നീട്ടി കൊടുത്തു. അവശേഷിക്കുന്ന കുറച്ച് രക്തവും കുത്തിയെടുത്ത് പ്രിയപ്പെട്ടവരെ അദ്ദേഹം ലാബറട്ടറിയിലേക്ക് പോയി. ഞാൻ ചെന്ന് വാതിലടച്ച് തിരിച്ചു വരുമ്പോൾ താഴെ കിടന്നിരുന്ന ഒരു പ്ലാസ്റ്റിക് കവറിൽ എന്റെ കാലൊന്ന് തട്ടി. ചെറിയ ശബ്ദം ഉണ്ടായുള്ളൂ. ഞാൻ വല്ലാതെ ഭയന്നുപോയി. ഒരുപാട് ടൂർണമെന്റുകളിൽ പ്രതിയോഗിയെ ഇടിച്ച് ജയിച്ച് ചാമ്പ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഒരു പ്ലാസ്റ്റിക് കവർ എന്റെ കാലിൽ തട്ടുമ്പോഴേക്കും ഞാൻ ഭയന്നുപോയി. പ്രിയപ്പെട്ടവരെ, മരണം കാത്തു കിടക്കുക എന്നത് അത്രയും ബീഭത്സമാണ്. ഒരുപക്ഷെ തിരുസഭയിലുള്ള ഏറ്റവും ചെറിയ പ്രാർത്ഥനയായ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ സഭാപിതാക്കന്മാർ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്, ഇപ്പോഴും എന്റെ മരണസമയത്തും. നോക്കുക, എത്ര ചെറിയ പ്രാർത്ഥനയിൽ എത്ര വലിയ കാര്യമാണ് ബ്ലൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാകാൻ തുടങ്ങി. ഞാൻ ചെന്ന് ജനലുകളൊക്കെ അടച്ചിട്ടു. കട്ടിലിൽ കയറി ഞാൻ കിടന്നു. ഞാൻ തിരിഞ്ഞും പറഞ്ഞു കിടന്നു. കൂടുതൽ അസ്വസ്ഥനാവുകയാണ്. ഒടുവിൽ എന്നെ നോക്കി ചിരിക്കുന്ന ആ ചിത്രത്തിലേക്കൊന്ന് ചെരിഞ്ഞു കിടന്ന് പ്രിയപ്പെട്ടവർ, ആ ചിത്രത്തിലേക്ക് അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ട് കിടന്നു. എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂർ ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വീണ്ടും വാതിലാരോ തട്ടുന്നുണ്ട്. ഞാൻ ചെന്ന് തുറന്നു. ഡോക്ടറാണ്. അദ്ദേഹം അകത്ത് വന്നപ്പോൾ എന്റെ തോളിൽ പിടിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, ആഹാരം വല്ലതും കഴിച്ചോ? ഞാൻ പറഞ്ഞു, ഒന്നും കഴിച്ചിട്ടില്ല സാറേ. ഒന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ല. മനസ്സ് തീരെ സുഖമില്ല. അദ്ദേഹം വീണ്ടും എന്നോട് ചോദിച്ചു, വീട്ടുകാരൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോ നിങ്ങൾക്ക് വല്ല പുതിയ മരുന്നുകൾ വല്ലതും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടോ? ആ ചോദ്യം എനിക്ക് പെട്ടെന്നൊരു ജിജ്ഞാസ വരും. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, പുതിയ മരുന്നോ? ഒരു മരുന്നും ഭക്ഷണവും ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഡോക്ടറാണ് എല്ലാ മരുന്നും എനിക്ക് തരുന്നത്. ഒരു മരുന്നും ഡോക്ടറും തന്നിട്ടില്ല. ഞാൻ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ ഡോക്ടർ തന്റെ കയ്യിലിരുന്ന ആ നീല ഫയൽ തുറന്ന് എന്റെ രക്തം പരിശോധിച്ച റിസൾട്ട് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ എന്റെ കർത്താവിന്റെ പുഞ്ചിരി എന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് മുൻപ് എന്റെ രക്തത്തിന്റെ അളവ് 6.6 ആയിരുന്നു, 6.6. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുഞ്ചിരി ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതിന് ശേഷം എന്റെ രക്തമെടുത്ത് പരിശോധിച്ചപ്പോൾ 6.6 ആയിരുന്ന ഹീമോഗ്ലോബിൻ ഒരു മരുന്നും ചെയ്യാതെ, അല്പം വെള്ളം പോലും കുടിക്കാതെ അത് 9.8 ആയി, 9.8 ആയി. ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തു വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 37-ാമത്തെ വാക്യത്തിൽ പ്രകാരം എഴുതുന്നു, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. ഒരു വിശ്വാസി ഹൃദയത്തിൽ എഴുതി വെക്കണം, അവന്റെ ശ്വാസോച്ഛ്വാസത്തിൽ അവൻ എഴുതി വെക്കണം, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിൽ എഴുതപ്പെടുന്നു, തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീണേക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുന്നു. അവർ ഓടിയാലും തളരുകയില്ല, നടന്നാലും ക്ഷീണിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിന് അസ്വസ്ഥതയുള്ള ഒരു അപ്പച്ചനെ കർത്താവ് ഈ സമയത്ത് സുഖപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹാല 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 ഹാല.
യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് അബ്ദുൽ അസീസ് എന്ന പേരുള്ള ഈ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ചിന്തിക്കാൻ ഇടവന്നു. ഇസ്ലാം മതത്തിൽ ജനിച്ച് ഒരു നിരീശ്വരവാദിയായി ജീവിച്ച എന്റെ ജീവിതത്തിലേക്ക് എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നത്? പ്രിയപ്പെട്ടവരെ, ആ ചിന്ത എന്റെ ജീവിതത്തിൽ വലിയൊരു അന്വേഷണമായിട്ട് മാറാനായിട്ട് ഇടവന്നു. ആ അന്വേഷണത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ തിരുസഭയിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാന കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അനിവാര്യമാണെന്ന് ഞാൻ ബോധ്യപ്പെട്ടു. അങ്ങനെ ഒരു അടിസ്ഥാനത്തിലാണ് 1998 ഏപ്രിൽ മാസത്തെ 11-ാം തീയതി പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കൃപയാൽ ഇന്നലെ വാർഷികമായി പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചത്. അങ്ങനെയാണ് അബ്ദുൽ അസീസിൽ നിന്നും ഫ്രാൻസിസ് അസീസിയിലേക്ക് ഞാൻ എത്തപ്പെട്ടത്. ഹല്ലേലൂയ. പിന്നീട് കർത്താവിനെ കൈവിട്ടിട്ടില്ല, ഒരു തരത്തിലും എന്നെ കൈവിട്ടിട്ടില്ല. 2 പുസ്തകങ്ങൾ എഴുതാൻ, 16ഓളം മ്യൂസിക്കൽ ആൽബങ്ങൾ ചെയ്യുവാൻ, അതിനുള്ള എല്ലാ അറിവും കൃപയും പ്രിയപ്പെട്ടവരെ കർത്താവ് എനിക്ക് നൽകി. നിരവധിയായ നാടകങ്ങൾ ഇപ്പോൾ സെയിന്റ് ആന്റണീസ് കുടുംബ യൂണിറ്റ് എന്ന പേരിലുള്ള ഒരു ചലച്ചിത്രത്തിന്റെ പ്രവർത്തനങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ,